ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 1995 തേവരയിൽ വെച്ച് വിക്ടോറിയ നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ആദ്യമേ തൊട്ടേ കേട്ടു, ഈശോയുടെ വചനങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ എങ്ങനെയുള്ളവരെയാണ് ഈശോ തന്നോട് അടുപ്പിക്കുന്നത്, ആരുടെ ഹൃദയത്തിലേക്കാണ് കർത്താവിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതെന്ന്. വിശുദ്ധ പത്രോസ്ലീഹയെ നമുക്കറിയാം, ഈശോയുടെ ഏറ്റവും അടുത്ത ശിഷ്യനാണ്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിൽ വിശുദ്ധ പത്രോസ്ലീഹ ഈശോയോട് പറയുന്നുണ്ട്, കർത്താവേ, പാപിയായ എന്നിൽ നിന്നും അകന്നു പോകണമേ. ഈശോയുടെ കാൽക്കൽ വീണിട്ട് വിശുദ്ധ പത്രോസ്ലീഹ യാചിക്കുകയാണ് ദൈവത്തോട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശിമിയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണേ എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ശിമിയോനും കൂട്ടരും അത്ഭുതപ്പെട്ടു. ഇതിൽ പത്രോസിനെ എന്താണ് പറയുന്നത്? ഇത് കേട്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് പത്രോസ്ലീഹ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, എന്നിൽ നിന്നും അകന്നു പോണേ. വിശുദ്ധ പത്രോസ്ലീഹായ്ക്ക് ദൈവത്തെ തിരിച്ചറിയാൻ സാധിച്ചു. ഇവിടെ വിളിക്കുകയാണ്, കർത്താവേ എന്നാണ് വിളിക്കുക. അതിനു മുമ്പ് പത്രോസ്ലീഹ കർത്താവിനോട് പറയുന്നുണ്ട്, ഗുരു, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, എന്നിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, ഒരു മത്സ്യത്തെ പോലും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞത് അനുസരിച്ച് വല ഇറക്കിയപ്പോൾ അവർക്ക് ധാരാളം മത്സ്യങ്ങൾ ലഭിക്കുകയാണ്. ആ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ, ആ ദൈവത്തെ, ദൈവശക്തിയെ തിരിച്ചറിഞ്ഞപ്പോഴാണ് വിശുദ്ധ പത്രോസ്ലീഹ വിളിക്കുന്നത്, കർത്താവേ, എന്നിൽ നിന്നും അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന്. ഈ കർത്താവിനോട് അകലണമേ എന്ന് പറയണമെങ്കിൽ പത്രോസ്ലീഹയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയത് എന്താണ്? ആ ദൈവിക ശക്തി, ദൈവിക സാന്നിധ്യം എല്ലാം വെളിപ്പെടുത്തപ്പോഴാണ് സ്വയം പാപത്തെ അദ്ദേഹം തിരിച്ചറിയുക. ദൈവത്തോടുള്ള സ്നേഹം നിമിത്തമാണ് അദ്ദേഹം കർത്താവെ അകന്നു പോകണമേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ദൈവത്തെ നമ്മൾ പ്രാപിക്കും തോറും ആ വിശുദ്ധിയിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ദൈവത്തെ നമ്മൾ പ്രാപിക്കും തോറും പാപത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോരുകയാണ്. ഇതേ വചനങ്ങൾ തന്നെയാണ് വിശുദ്ധ പൗലോസ്ലീഹായും പറയുന്നത്. 1 തിമോത്തി 1:15-16 തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവിടുത്തെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. ആ ദൈവസ്നേഹം അനുഭവിച്ചപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ സ്വയം വെളിപ്പെടുത്തുകയാണ്, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. നമ്മളാണെങ്കിലോ നമ്മളെപ്പോഴും നമ്മെ തന്നെ നീതീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിൽ കുറ്റങ്ങളില്ല, എന്നിൽ തെറ്റുകളില്ല, ഞാൻ പാപങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, നാം കർത്താവിനോട് കൂടെയാണ്, നാം ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. ചെറിയൊരു സഹനം വരുമ്പോൾ നമ്മൾ ദൈവത്തെ പഴിക്കുകയാണ്. പക്ഷേ ഇവരെല്ലാം ഈ വേദനകളിലും കഷ്ടതകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ആ ദൈവ സാന്നിധ്യം കൂടുതൽ കൂടുതൽ അനുഭവിച്ചുകൊണ്ട് അവർ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയാണേ, എന്നിൽ നിന്നും അകന്നു പോകണമേ, കർത്താവിൻ്റെ കരുണ എൻ്റെ മേൽ വർഷിക്കണമേ എന്ന്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത് വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. അബ്രഹത്തിൻ്റെ വിശ്വാസം, വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസം എന്നെല്ലാം നമ്മൾ കേട്ടുവരികയായിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടു, ആത്മീയ ജീവിതത്തിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് എന്തെല്ലാം ഉണ്ടെങ്കിലും ഓരോ പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ നീക്കുവാൻ ശ്രമിക്കണം. വിക്ടോറിയൻ്റെ തേവരയിൽ വെച്ച് നടത്തിയ ടോക്കിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു വരികയായിരുന്നു, നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും. ഈശോ ഉണ്ട് എങ്കിൽ സാത്താനുണ്ട്, ഈശോ ഇല്ല എങ്കിൽ സാത്താനില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് കേൾക്കാം. സാത്താന് അനേകം തരത്തിലുള്ള തന്ത്രങ്ങളുണ്ട്. ഇത് കണ്ടുപിടിക്കുവാനുള്ള കഴിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാം വിശ്വസിക്കുന്നത്. നാം ആത്മാവിലായിരിക്കണം, അതുപോലെ തന്നെ നല്ല ധൈര്യമുള്ളവരുമായിരിക്കണം.
വിശുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ മ്ലേച്ഛ വസ്തുക്കളെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. എസെക്കിയേൽ 22:26. സകല തിന്മകളെയും കണ്ടുപിടിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയും പാപമില്ല, പിശാചില്ല, ഈശോ ഇല്ല എന്നെല്ലാം പറയും. പ്രധാനമായും ഇങ്ങനെ പറയുന്നവരുടെ ദൈവം ഉദരമായിരിക്കും. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3:19 ഉദരമാണ് അവരുടെ ദൈവം. ഭക്ഷണത്തിൽ താല്പര്യമുള്ളവർക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കുകയില്ല. പല തരത്തിലുള്ള തിന്മകളുണ്ട്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ തോബിത്ത് 3:8 അരൂപിയെ ബന്ധിക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 37 30-35 വരെയുള്ള തിരുവചനത്തിൽ ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷവും നമുക്ക് കിട്ടുന്ന വചനങ്ങൾ നമ്മൾ ഭക്ഷിക്കണം. മൂന്നാമത്തെ വർഷം രോഗികളെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങണം. 4-ാം വർഷം ആകുമ്പോഴേക്കും പ്രാർത്ഥനയിൽ ജീവിക്കാൻ തുടങ്ങും. 4 വർഷം കഴിഞ്ഞാൽ പിന്നെ കൃപയിൽ നിന്നും വീണു പോകുകയില്ല. 1 കൊരിന്തോസ് 10:13 ഏത് പ്രലോഭനം വന്നാലും അതിനെ ചെറുത്തു നിൽക്കുവാനുള്ള ശക്തി കർത്താവ് തരും. അപ്പോഴാണ് കൃപകളെല്ലാം അറിയുവാൻ സാധിക്കുന്നത്. ബുദ്ധിയിലല്ല കൃപകൾ, ആത്മാവിലാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 4:23-24 തിരുവചനങ്ങൾ. ഈശോ സമരിയാക്കാരിക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഏറ്റവും വലിയ ആത്മീയ രഹസ്യമാണ്. നാം എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? ആരാധന എന്ന് പറഞ്ഞാൽ ഒച്ച വയ്ക്കുന്നതല്ല, പ്രത്യുത നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ഉറപ്പിക്കുന്നതാണ്. റോമാക്കാർക്കെഴുതിയ ലേഖനം 12:1-2 തിരുവചനം. എല്ലാ വിശുദ്ധരും വിശുദ്ധിയിൽ കൂടിയാണ് വന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:6-11 വരെ. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്താൽ വിശുദ്ധരാകും. നാം വിശുദ്ധ ജനമാണ്. 1 പത്രോസ് 2:9-10. വചനം വന്നാൽ നിങ്ങൾ വിശുദ്ധരാകും. യോഹന്നാൻ്റെ സുവിശേഷം 10:34-35 വചനങ്ങൾ. ആരുടെ അടുത്തേക്ക് വചനം വരുന്നുവോ അവരെ ദൈവങ്ങൾ എന്നവൻ വിളിച്ചു. 1 യോഹന്നാൻ 2:14. വചനം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തരാണ്. അപ്പോൾ നിങ്ങൾക്ക് ദുഷ്ടനെ, പിശാചിനെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമം പറഞ്ഞ് കൈകൾ ഉയർത്തിയാൽ ആ സമയത്ത് അശുദ്ധാരൂപികൾ താഴെ പോകും. ഇത് ഞാനല്ല പ്രവർത്തിക്കുന്നത്, കർത്താവിൻ്റെ വചനമാണ്. വചനത്തിൻ്റെ ശക്തിയാണ്. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. ഈശോയുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ഈ കൃപകളെല്ലാം ദൈവം നമുക്ക് തരുന്നത്. 1 കൊരിന്തോസ് 6:17, 1 കൊരിന്തോസ് 1:9. ഈശോയുമായി ആഴമായ ബന്ധം നമുക്കുണ്ടായിരിക്കണം. പിന്നെ പ്രാവശ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ കേട്ട് വരികയായിരുന്നു. അപ്പോൾ ബ്രദർ വലിയൊരു കാര്യം ഇതിൻ്റെ അകത്ത് പറയാണ്. വിക്ടർ ബെർണയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ, ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളാണ് അദ്ദേഹം തൻ്റെ ശുശ്രൂഷയിലൂടെ പ്രകടമാക്കിയിരുന്നത്. ഗലാത്യർക്കെഴുതിയ ലേഖനം 1-1 തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, മനുഷ്യനിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവമുഖേനയും അപ്പസ്തോലനായിരിക്കുന്ന പൗലോസായ ഞാനും എന്നോടുകൂടിയുള്ള എല്ലാ സഹോദരരും ഗലാത്തിയിലെ സഭയ്ക്ക് എഴുതുന്നത്. പൗലോസ്ലീഹ എന്താണ് പറയുന്നത്? മനുഷ്യനിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, യേശു ക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിച്ച പിതാവായ ദൈവം മുഖേനയും അപ്പസ്തോലനായിരിക്കുന്ന പൗലോസായ ഞാനും എന്നോടുകൂടെയുള്ള എല്ലാ സഹോദരരും ഗലാത്തിയിലെ സഭയ്ക്ക് എഴുതുന്നത്. അപ്പം പൗലോസ്ലീഹായ്ക്ക് ദൈവം വെളിപ്പെടുത്തിയതെന്നാണ്, മനുഷ്യനിൽ നിന്നല്ല എന്നാണ് പറയുക. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ സ്പർശിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ അനുതാപം കൊടുത്ത്, ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപം കൊടുത്ത് ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് മാറുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് സാംസണെ, ഗിദെയോനെ, അതുപോലെ ഓരോ ന്യായാധിപന്മാരെ, അതുപോലെ ദാനിയേൽ പ്രവാചകനെ, പൂർവ്വ ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. അവരിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ആവസിക്കുകയാണ്. ഇതുപോലെ മാനസാന്തരത്തിലൂടെ
അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇന്നും പ്രവർത്തിക്കുക. നമ്മിൽ മാനസാന്തരം സംഭവിക്കുമ്പോൾ ലോകം ഒരിക്കലും തിരിച്ചറിയുകയില്ല. അങ്ങനെ വിറ്റുപറഞ്ഞ ഈ കർത്താവിൻ്റെ വചനത്തിൽ കൂടെ ദൈവം കടത്തിക്കൊണ്ടുപോയി. ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് അദ്ദേഹത്തെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ കർത്താവ് കൊണ്ടുപോവുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറച്ച്. അങ്ങനെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനത്തിൻ്റെയും രഹസ്യം അദ്ദേഹത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചിൽ പറയുന്നുണ്ട്, വചനം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നോക്കണം. ആ വചനത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഈശോ ഏത് അവസ്ഥയിലാണ് പറഞ്ഞത്, ആ സമയത്തെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കണം എന്നെല്ലാം നമ്മൾ കാണുന്നുണ്ട് വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ. അതുപോലെ തന്നെയാണ് ഓരോ വിശുദ്ധർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഓരോ കാലഘട്ടത്തിന് അനുസൃതമായി കർത്താവിൻ്റെ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിക്ക് വെളിപ്പെടുത്തിയതുപോലെയല്ല അന്തോനീസ് പുണ്യവാളിന് ദൈവം വെളിപ്പെടുത്തിയത്. സെൻറ്റ് അഗസ്റ്റിന് വെളിപ്പെടുത്തിയതുപോലെയല്ല വിശുദ്ധ ഡൊമിനിക്കിന് ദൈവം വെളിപ്പെടുത്തിയത്. അതേ സമയം പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഐക്യത്തിൽ, ഒരേ സ്നേഹത്തിലും ഒരേ ആത്മാവിലും ഒരേ ഐക്യത്തിലും ഇവരെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവിക വെളിപ്പെടുത്തൽ എപ്പോഴും ഐക്യത്തിലാണ്, ദൈവിക സ്നേഹത്തിലാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ്. നമുക്കറിയാം, നമ്മൾ ആ വചനം വായിക്കുമ്പോൾ, ഈ വചനത്തിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് സംഭവിക്കുന്നുണ്ട്. അതാണ് വിറ്റുപനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ ഓരോന്നും അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അതനുസരിച്ച് ആ വചനത്തിൽ കൂടെ ദൈവം അദ്ദേഹത്തെ നയിച്ചപ്പോഴാണ് സാത്താനെക്കുറിച്ചും അവൻ്റെ കുടില തന്ത്രങ്ങളെക്കുറിച്ചും മനസ്സിലായത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായം 16 തിരുവചനത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിൽ എടുത്തു വായിക്കുക, അവയിലെല്ലാം പരസ്പരം ഇണ ചേർക്കപ്പെട്ടിരിക്കുന്നു. അതിൽ എല്ലാം ഒന്നിനോടൊന്ന് ചേർക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെയാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ പരസ്പരം ഇണ ചേർക്കപ്പെട്ടതാണ് കർത്താവിൻ്റെ വചനങ്ങൾ. പരസ്പരം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ദൈവിക രഹസ്യങ്ങൾ. അത് നമ്മൾ ആ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് നമ്മളെ ദൈവം നയിച്ച് ആ ഒരു വഴിയിലൂടെ കൊണ്ടു നടക്കുക. നമ്മൾ വായിച്ചു ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 അധ്യായത്തിൽ 18, 19 തിരുവചനത്തിൽ പറയുകയാണ്, എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായവയിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഇതിൽ വിറ്റുപറിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തൊരു സത്യമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 19 തിരുവചനത്തിൽ നമ്മളിൽ എല്ലാ വ്യക്തികളിലും ഉള്ള ഒരു ബലഹീനതയാണ് ഭക്ഷണത്തിനോടുള്ള ആഗ്രഹം. ഇതിൽ 3:19 പറയുകയാണ്, നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായവയിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇതിലെന്താണ് പറയുക? ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായവയിൽ മാത്രം അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായത് മാത്രം അവർ ശ്രദ്ധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഭക്ഷണത്തിനോടുള്ള നമുക്ക് അതിയായ ആഗ്രഹം വരുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടുന്നു. ഭക്ഷണത്തിനോടുള്ള ഒരു ആർത്തി നമ്മളിൽ സംഭവിക്കുമ്പോൾ ഈശോ നമ്മളിൽ നിന്ന് പോവുകയാണ്. അതാണ് നമ്മൾ മൂലപാപങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ മൂലപാപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കൊതി എന്ന പാപം. കൊതിക്ക് ഓപ്പോസിറ്റായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന പുണ്യം കൊതി, മിതഭോജനം. അപ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്ന വചനം എന്താണ്? ഉദരമാണ് അവരുടെ ദൈവം. ഈ ഉദരത്തെക്കുറിച്ച് മാത്രം, ഭക്ഷണത്തെക്കുറിച്ച് മാത്രം ചിന്ത വന്നു കഴിയുമ്പോൾ ശരീരത്തിൻ്റെ ദുരാശകൾ നമ്മളെ വളരെ വ്യാപിപ്പിക്കുകയാണ്. എങ്ങനെ ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അതിയായ ആഗ്രഹം,
ഇതെല്ലാം വരുമ്പോൾ ശരീരത്തെ പ്രീതിപ്പെടുത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നു. അതിലൂടെ പല പല പാപങ്ങളിലേക്കും ജഡീകതയിലേക്കും നമ്മുടെ ശരീരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷണത്തെ ആ നിയന്ത്രണം നമുക്ക് ലഭിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ആ മിതഭോജനം എന്ന ആ കർത്താവിൻ്റെ മിതത്വം നമുക്ക് വരിക, കർത്താവിൻ്റെ കൃപ നമുക്ക് വരിക. നമുക്ക് ഏറ്റവും കൊതിയുള്ള ഭക്ഷണത്തെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മുടെ മേൽ ആവസിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുവാൻ സാധിക്കുകയില്ല. അതിനുശേഷം വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, ഭൗമികമായതിൽ മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഭൗമികമായതിലേക്ക് നമ്മൾ ശ്രദ്ധ വയ്ക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളോ ഒന്നും നമുക്ക് മനസ്സിലാകില്ല. നമ്മുടെ പൗരത്വം, ജീവൻ സ്വർഗത്തിലാണ് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്. നമ്മൾ ക്രിസ്തുവിനെ കാത്തിരിക്കുന്നു. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഈ ദുർബലമായ നമ്മുടെ ശരീരത്തെ മഹത്വമുള്ള ദൈവത്തിൻ്റെ ശരീരം പോലെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ ഈ ലോക വസ്തുക്കളോടുള്ള ആസക്തികൾ, ഭക്ഷണത്തിനോടുള്ള ആസക്തികൾ നമ്മൾ കുറയ്ക്കണം. അപ്പോഴാണ് നമുക്ക് സാത്താനെയും അവൻ്റെ കുടിലതന്ത്രങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾ പറയും, തിന്നാം, കുടിക്കാം, ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നില്ലേ, 1 കൊരിന്ത്യർ 15:19 പറയുന്നത്, ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ്. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് പൗലോസ്ലീഹ പറയുക. അതുകൊണ്ട് നമുക്ക് മറ്റൊരു രാജ്യമുണ്ട്, അതാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്. അതിനുശേഷം ബ്രദർ പറയുന്നുണ്ട്, പല പല തിന്മയുടെ ശക്തികളുണ്ട്. തോബിത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അസ്തേദേമൂസ് എന്ന ദുഷ്ടപിശാചിനെ കുറിച്ച് അതിൽ പറയുകയാണ് തോബിത്ത് 3:8. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു സാറായെ നമുക്ക് കാണാം, തോബിത്തിനെ കാണാം. അവർ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഈ തിന്മയുടെ ശക്തിയിൽ നിന്ന് വിജയം ലഭിക്കുവാൻ, തിന്മയുടെ ശക്തിയെ തോൽപ്പിക്കുവാൻ വേണ്ടി അവർ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. തോബിത്തിൻ്റെ പുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സാത്താനെ ബന്ധിക്കുന്നത് തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. നമ്മുടെ കുടുംബജീവിതത്തിലും പലപ്പോഴും തകർച്ചകളുണ്ടാകുമ്പോൾ ഈ കർത്താവിൻ്റെ വചനം നമ്മളെടുത്ത് വായിക്കുമ്പോഴാണ് ആ തിന്മയുടെ ശക്തിയെ അവിടെ നിന്ന് മാറ്റി വിശുദ്ധമായ ഒരു കുടുംബജീവിതം നമുക്ക് പോകുവാൻ സാധിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യമില്ല എങ്കിൽ, അസ്വസ്ഥതകൾ ഉണ്ടാകുന്നെങ്കിൽ, ഡൈവേഴ്സിൻ്റെ വക്കിലെത്തുന്ന കുടുംബങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ഈശോയുടെ സ്നേഹം അവിടെ വരുവാൻ വേണ്ടിയിട്ടാണ്. ആ ഈശോയുടെ സ്നേഹം വന്നപ്പോൾ എല്ലാ അശുദ്ധ ശക്തികളും എടുത്തു മാറ്റുകയാണ്. ദൈവം തൻ്റെ മാലാഖയെ അയക്കുകയാണ്. റഫായേൽ മാലാഖയെ അയച്ച് ആ ദുഷ്ടപിശാചിനെ ബന്ധിക്കുന്നത് നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ കണ്ടുവരുന്നുണ്ട്. കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ട് എങ്കിൽ കൂടുതലും യോഹന്നാൻ്റെ സുവിശേഷം തുടർച്ചയായിട്ട് നമ്മളിരുന്ന് വായിക്കുക. 1 തൊട്ട് 21 അധ്യായങ്ങൾ വരെയുണ്ട്. അത് നമ്മൾ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ ഈശോയുടെ സ്നേഹം നമ്മുടെ കുടുംബത്തിൽ പ്രവേശിക്കും. ആ സ്നേഹത്തിന് എല്ലാ തിന്മയുടെയും മേലും ആധിപത്യം പുലർത്താനുള്ള ശക്തിയുണ്ട്. അതാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 6 തൊട്ട് 11 വരെയുള്ള വചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, സകല മുട്ടുകളും മടക്കുന്നത് ആ ഈശോയുടെ നാമത്തിൻ്റെ മുൻപിലാണ്. കാരണം അവൻ ദൈവമായിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന ആ ക്രിസ്തുവിൻ്റെ മുൻപിൽ നമ്മൾ മുട്ടുകൾ മടക്കുമ്പോൾ, ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ അവിടെ നിന്ന് ഈ ദുഷ്ടശക്തിയെ പുറത്താക്കുവാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഈശോയിലൂടെ ഇതിനെല്ലാം മോചനം ലഭിക്കും. അതാണ് എല്ലാം ഈശോയിൽ കൂടിയാണ്, എല്ലാം ഈശോയിൽ നിന്നാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം, എല്ലാം അവിടെ നിന്ന്
അവിടുന്ന് വഴി അവിടുന്നിലേക്ക് അവിടുത്തേക്ക് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ഈ കർത്താവിന് നമ്മൾ മഹത്വം കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ദൈവിക പ്രകാശം നമ്മുടെ മേൽ ഉദിക്കും. അതിനുശേഷം ബ്രദർ പറയാണ് യെശയ്യാ 37:30-35 വരെയുള്ള തിരുവചനം. ദൈവിക രഹസ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു 4 വർഷമെങ്കിലും നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ആ വചനത്തിൽ തന്നെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഈ ദൈവിക രഹസ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. 1 യോഹന്നാൻ 3:8 യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഈ സാത്താൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കണം. കർത്താവിൻ്റെ കൃപയുടെ പ്രത്യേകത നമ്മൾ പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതല്ല, നമ്മൾ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോഴാണ് ചൈതന്യം നമുക്ക് വരിക. നമ്മളിലെ പാപബന്ധനങ്ങൾ വിട്ടുപോകുമ്പോഴാണ് നമുക്ക് ആ കൃപ കിട്ടുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളത് അപ്ലൈ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അനുഭവങ്ങളായി മാറുക. ഈ അനുഭവങ്ങളാണ് നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോഴാണ് അവർക്കും കർത്താവിൻ്റെ കൃപയിലേക്കും അനുഭവത്തിലേക്കും വരാൻ സാധിക്കുക. 3-4 വർഷം നമ്മൾ ഈശോയുടെ കൂടെ ആയിരിക്കണമെന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 37:30-35 വരെ. ആദ്യത്തെ വർഷവും 2-ാമത്തെ വർഷവും കിട്ടുന്നത് ഭക്ഷിക്കണം. ഈ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ വചനത്തോടു കൂടെ ആയിരിക്കുക, വിശുദ്ധ കൂദാശകളോടുകൂടി നമ്മളായിരിക്കുക, വ്യക്തിപരമായ പ്രാർത്ഥനകളോടുകൂടി നമ്മൾ ആയിരിക്കുക എന്നുള്ളതാണ് ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ. 3-ാമത്തെ വർഷം രോഗികളെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങണം. 4 കൊല്ലം ആകുമ്പോഴേക്കും പ്രാർത്ഥനയിൽ ജീവിക്കാൻ തുടങ്ങും. 4 വർഷം കഴിഞ്ഞാൽ പിന്നെ കൃപയിൽ നിന്നും വീണു പോകുകയില്ല. 1 കൊരിന്ത്യർ 10:13 ഇതിൽ പറയാണ്, നമ്മൾ ഒരു 2-3 വർഷങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്ന് അതിനുശേഷം നമ്മൾ പതിയെ രോഗികളെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അപ്പോൾ ഈശോ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈശോയുടെ ആ ശക്തിയെക്കുറിച്ചും ദൈവമാണ് എല്ലാം പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കൃപയിൽ നിന്ന് വീണു പോകുകയില്ല എന്ന് പറയുമ്പോൾ നമുക്കുള്ളിൽ ഒരു സ്ഥിരതയുണ്ടാകും. നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ നല്ല ഉറപ്പുണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു ചെറിയ പാപം വരുമ്പോഴും നമ്മുടെ മനസ്സാക്ഷിയിൽ അസ്വസ്ഥതയുണ്ടാകും. ഈശോയ്ക്കെതിരെ നമ്മൾ തെറ്റ് ചെയ്തു, നമ്മൾ പശ്ചാത്തപിക്കണം, നമ്മൾ തിരിച്ച് ക്രിസ്തുവിലേക്ക് വരണം, പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കണം എന്നൊക്കെ നമ്മൾ വരണമെങ്കിൽ നമ്മളൊരു 3-4 വർഷമെങ്കിലും സ്ഥിരമായിട്ട് ഈശോയുടെ കൂടെ ആയിരിക്കണം. അതിനുശേഷം ഒരു വചനം പറയുന്നു, 1 കൊരിന്ത്യർ 10:13 ഏത് പ്രലോഭനം വന്നാലും അതിനെ ചെറുത്തു നിൽക്കുവാനുള്ള ശക്തി കർത്താവ് തരും. അപ്പോഴാണ് കൃപകൾ അറിയാൻ സാധിക്കുന്നത്. 1 കൊരിന്ത്യർ 10:13 വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തി കർത്താവ് നിങ്ങൾക്ക് തരും. കാരണം കർത്താവ് വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ എന്ത് സംഭവിച്ചാലും ഈശോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ റോമ 8:28 മാറും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി മാറ്റും. ഈശോയുടെ കാലടികളെ മാത്രം പിന്തുടർന്ന് നമ്മൾ പോകുമ്പോൾ എല്ലാം നന്മയ്ക്കായി നമുക്ക് വരും. കൃപകളിൽ നമ്മൾ ശക്തിപ്പെടും, ദൈവസ്നേഹം കൊണ്ട് നിറയും. ഏത് പ്രലോഭനങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്ത് നിൽക്കുവാനുള്ള ശക്തി കർത്താവ് നമുക്ക് തരുമെന്ന് ഈ വചനം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോഴാണ് കൃപകൾ അറിയുവാൻ സാധിക്കുക. ബുദ്ധിയിലല്ല, കൃപകൾ ആത്മാവിലാണ്. നമുക്ക് കർത്താവ് തന്ന പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമാണ് ബുദ്ധി, വിവേകം, ജ്ഞാനം എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ ആത്മാവിൽ വരണം, ആത്മാവിൽ ദൈവരാജ്യം കാണണം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രതാപമോ മഹത്വമോ ഒന്നുമല്ല. കർത്താവിൻ്റെ രാജ്യം ആത്മാവിലാണ് എന്ന് പറയുക. കാരണം നമ്മൾ ഈ ഭൂമിയിലെ വിജയം ഉയർച്ചകളുണ്ടാകുമ്പോഴാണ്. ഈശോയുടെ രാജ്യത്തിലെ വിജയം നമ്മൾ എളിമപ്പെടുമ്പോഴാണ്, നമ്മൾ താഴ്ന്നു കൊടുക്കുമ്പോഴാണ്, നമ്മൾ ക്ഷമിക്കുമ്പോഴാണ്. അങ്ങനെ നമ്മൾ ആത്മാവിൻ്റെ രാജ്യത്തിലേക്ക് കടക്കണം. ജീവിത സാഹചര്യങ്ങളിൽ
സമയത്ത് നമുക്ക് സത്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോഴും ആ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ആ സത്യം നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ അവിടെ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈശോയെ രാജാവാക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിച്ചു. പലരും ഈശോയെ രാജാവായി വാഴിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഈശോയുടെ രാജ്യം അതായിരുന്നില്ല. ഈശോ പറയുന്നുണ്ട്, എനിക്കൊരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ട്, അത് പൂർത്തിയാകുന്നവരെ ഞാൻ അസ്വസ്ഥനാണ്. ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും എല്ലാം പ്രവർത്തിച്ചപ്പോൾ ഒരുപക്ഷെ ശിഷ്യന്മാരൊക്കെയും ഓർത്തിട്ടുണ്ട്, ഈശോ വലിയ ആളാകും, എല്ലാവരുടെയും രാജാവായിട്ട് നീണാൾ വാഴും എന്നെല്ലാം വിചാരിച്ചു. പീലാത്തോസ് ഈശോയോട് ചോദിക്കുന്നുണ്ട്, നീ രാജാവാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഈശോ ഒരു കാര്യം പറയാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എൻ്റെ രാജ്യം ഇവിടെയല്ല, ഈ രാജ്യമല്ല എൻ്റേത് എന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. കാരണം ഈശോയുടെ രാജ്യം ആ പീഡാസഹനത്തിലൂടെ സാത്താൻ്റെ തല തകർത്തുകൊണ്ട് എല്ലാ ആത്മാക്കളെയും രക്ഷിക്കുന്ന ഒരു ആത്മാവിൻ്റെ രാജ്യമാണ് ഈശോയുടെ രാജ്യം. അവരെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ രാജാവാണല്ലേ? കാരണം പീലാത്തോസിന് ഒരിക്കലും മനസ്സിലാകില്ല, ഈശോയുടെ ഭാഷ മനസ്സിലാകില്ല, ഈശോയുടെ ലക്ഷ്യം മനസ്സിലാകില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ ലോകമാണ്, ഈ ലോകത്തിൻ്റെ രാജസ്ഥാനമാണ്. പക്ഷേ ഈശോയുടെ രാജ്യം ആത്മാവിലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കുടുംബ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ, നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, വിശുദ്ധിയെ ആഗ്രഹിക്കുമ്പോൾ, ഇപ്പം വചനം പാലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ക്ഷമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാം ദൈവരാജ്യം വിജയിക്കും. സാത്താൻ്റെ രാജ്യം തകർക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ബുദ്ധിയിൽ ഈശോയുടെ രാജ്യം കാണരുത്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഈശോയുടെ രാജ്യം കാണരുത്. ഈശോ പറയുന്നുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 43-44 തിരുവചനത്തിൽ, എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമാണ്. സെബദി പുത്രന്മാരുടെ അപേക്ഷ നമ്മൾ കാണുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ആ 35 മുതലുള്ള തിരുവചനത്തിൽ. അവർ ആഗ്രഹിച്ചത് ഈ ലോകത്തിൻ്റെ ആ പ്രതാപമാണ്. ഒരാളെ ഈശോയുടെ വലത്ത് ഭാഗത്തും ഒരാളെ ഈശോയുടെ ഇടത്ത് ഭാഗത്തും ഇരുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറയാണ്, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം. നമുക്കും ഒന്നാമനാകാൻ ആഗ്രഹിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ ചപ്പും ചവറുമായി തീരുക. ഈ ലോകം നമ്മളെ ഒരിക്കലും സ്വീകരിക്കാതെ വരുന്നുവെങ്കിൽ നമ്മൾ ഈശോയുടെ സ്വന്തമായി മാറി. യോഹന്നാൻ്റെ സുവിശേഷം 13-17 വരെയുള്ള തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, അവരെന്നെ സ്വീകരിച്ചില്ല എങ്കിൽ നിങ്ങളെയും സ്വീകരിക്കുകയില്ല, അവരെന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ നിങ്ങളെയും തള്ളിക്കളയും, ദാസൻ യജമാനേക്കാൾ വലിയവനാകിയില്ല. അപ്പോൾ ഈശോയെ എന്ത് ചെയ്തോ അതൊക്കെ നമുക്കും കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ആ ഈശോയുടെ ശിഷ്യരാകി മാറുകയുള്ളൂ. ഈശോയുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മാവിലുള്ള ഒരു രാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ക്ഷമിക്കുമ്പോഴും സഹിക്കുമ്പോഴും ആ ഈശോയുടെ മനോഭാവം സ്വീകരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കണം. അതിലൂടെയാണ് നമുക്ക് വളർച്ച ഉണ്ടാകുക. അതിലൂടെയാണ് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുക, ആത്മാവിലേക്ക് പ്രവേശിക്കുക. അമ്മ ത്രസ്യ പുണ്യവതി പറയുന്നുണ്ട്, ഈ സാത്താനെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം. കാരണം ഒരു കള്ളൻ മുറ്റത്ത് നിപ്പുണ്ട് എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ വീടിൻ്റെ അകത്ത് ഉണർന്നിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈശോയുടെ രാജ്യത്തിൻ്റെ അകത്തെ രഹസ്യങ്ങളൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കണം, പ്രാർത്ഥിക്കണം, ഈശോയുമായിട്ട് ഒന്നായിത്തീരണം. അതിനുശേഷം പറയുകയാണ്, ബുദ്ധിയിലല്ല കൃപകൾ ആത്മാവിലാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം.
യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 തിരുവചനങ്ങൾ. ഈശോ സമരിയാക്കാരിക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഏറ്റവും വലിയ ആത്മീയ രഹസ്യമാണിത്. നാം എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? ഈശോ സമരിയാക്കാരി സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു വലിയ സത്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 തിരുവചനം. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഈ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോഴാണ് ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് വരിക. ഇതിൽ പറയാണ്, ഈശോ ഒരു വലിയ ആത്മീയ രഹസ്യം അവളോട് പറയുകയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ വിശുദ്ധീകരണമാണ്. നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വിശുദ്ധീകരിച്ച് വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ അടിയറ വയ്ക്കുന്നത്. ആ കർത്താവിൻ്റെ വിശുദ്ധി നമ്മളിൽ വർഷിക്കപ്പെടുമ്പോഴാണ്. നമ്മൾ ആ കർത്താവിനെ തിരിച്ചറിയുമ്പോഴാണ്. സമരിയാക്കാരിയുടെ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിനു മുമ്പ് അവൾ ദൈവത്തെ യഹൂദനെന്ന് വിളിച്ചു, ഗുരുവെന്ന് വിളിച്ചു, പ്രവാചകനെന്ന് വിളിച്ചു, ഇങ്ങനെ പല രൂപത്തിൽ വിളിച്ചു. അവസാനമാണ് അവൾക്ക് മനസ്സിലാകുക ഈശോ ദൈവപുത്രനാണ് എന്ന്. അപ്പോഴാണ് ഈശോ അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെ, ആ നിന്നോട് പറയുന്ന അവൻ തന്നെയാകുന്നു മിശിഹ എന്ന് ഈശോ പറയുകയാണ്. നമ്മോടും ഈശോ ഇത് തന്നെയാണ് പറയുക. നമ്മൾ ആത്മാവിലേക്ക് വരുമ്പോൾ, നമ്മൾ പാപങ്ങൾ വിട്ടു പോകുമ്പോൾ, നമ്മൾ പ്രാർത്ഥനാപൂർവം ഈശോയെ കാത്തിരിക്കുമ്പോൾ നമുക്കും ആ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് ആത്മാവിലേക്ക് നമ്മൾ വരേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ പല തരത്തിലുള്ള അരൂപികളെ കാണാൻ സാധിച്ചു. ശരീരത്തിനോടുള്ള നമ്മുടെ ആഗ്രഹം, ഭക്ഷണത്തിനോടുള്ള നമ്മുടെ ആഗ്രഹം, അല്ല ഈശോയെ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴാണ് സാത്താനെയും അവൻ്റെ കുടില തന്ത്രങ്ങളെയും അറിയാൻ സാധിക്കുക. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാനും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 തിരുവചനത്തിൽ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഇത് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് യഥാർത്ഥമായ ആരാധന. അതിലൂടെയാണ് നമുക്ക് ആ ദൈവത്തെ തിരിച്ചറിയുവാനും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും കൂടുതൽ ആത്മാവിൽ വളരുവാൻ, പ്രാർത്ഥനയിൽ ജാഗരൂകരുള്ളവരായിരിക്കുവാൻ, സാത്താൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവനെ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിച്ചുകൊണ്ട്, അമ്മേ മാതാവേ, ഈശോയുടെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പരിശുദ്ധ മറിയമാണ് ഈശോയെ ദൈവിക ശുശ്രൂഷയ്ക്ക് ആദ്യമായിട്ട് ഇറക്കിയത്. ആ മറിയം ഈശോയുടെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കൂടെയുണ്ടായിരുന്നു. ആ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. തിന്മയുമായുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനും ഇതിൻ്റെ ദൈവിക രഹസ്യങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനും പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ. ഈശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.